Good morning, children. Say good morning, auntie. Good morning. Okay. All of you take your textbook. നമ്മൾ ഇന്ന് പുതിയ ലെസനാണ് പഠിക്കാൻ പോണത്. ഏത്? ഈ റ എന്നുള്ള ലെസൺ. അപ്പം എല്ലാവരും വായിക്കാം. പേജ് നമ്പർ 78 എടുത്തോ. പാഠം 4 ഉണ്ടോ? ഈറ. ഈറ പറഞ്ഞാൽ എന്താ സാധനം എന്നറിയോ? മുളയൊക്കെ പോലെയുള്ള ഒരു സാധനമാണ് ഈറ. ഇതുകൊണ്ട് നമ്മൾ കുട്ട, മുറം, പനമ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനാണ് അത് ഉപയോഗിക്കുക. ഈറ. ഈ അതിൻ്റെ അടുത്ത് റ, ഈറ. വിഷമമുണ്ടോ എഴുതാൻ? ഇല്ല. പറയൂ എല്ലാവരും. ഈ റ, ഈറ. ഈ റ, റാ. ഈ റ, ഈറ. ഈ റ, ഈറ. ഈ റ, ഈറ. ഇതെല്ലാവരും ഷെയ്ഡില്ല. പിന്നെ ഇവിടെ ഡേറ്റ് ഇടാൻ ആരും മറക്കരുത്. ഉണ്ടോ? 8-12-20 2020 അതെല്ലാവരും ഇവിടെ എഴുതാൻ മറക്കരുത് കേട്ടോ. ഇനി ഈ റ, ഈറ. ഈ ച, ഈ ച. ച നിങ്ങൾ പഠിച്ചിട്ടില്ല, അഞ്ച് പഠിപ്പിക്കാം. ഈ യാ, അം, ഈയം. യായും പഠിച്ചിട്ടില്ല. ഇനി ഈ ണ, അം, ഈണം. ഈണം എന്ന് പറഞ്ഞാൽ എന്താ? രീതി. ഇനി നീലപ്പീലിക്കാടുകളിൽ പീലി വിരിച്ചു മയിലമ്മ. കണ്ടോ? കാട് കണ്ടോ? കാട്ടിൽ എന്തൊക്കെയാണ്? ദാ മുയലുണ്ട്, മയിലമ്മയുണ്ട്. അതവിടെ ഒരു മുയൽ ചാടുണ്ട്, ഇതിൽ കൂടെ ഒരു മയിലമ്മ പോണ്ട്. ഉണ്ടോ? നല്ല രസമല്ലേ കാണാൻ നീലപ്പീലിക്കാട്? നീലപ്പീലിക്കാടുകളിൽ പീലി വിരിച്ചു മയിലമ്മ. ഉണ്ടോ? പീലി വിരിച്ച് നിന്ന് ആട് മയിലമ്മ. ഇനി നമുക്ക് ച പഠിക്കണം, യാ പഠിക്കണം. നമുക്ക് എല്ലാവരും എങ്ങനെ ചാന്ന് എഴുതാണ്? കണ്ടോ? 2 പഠിച്ചിട്ടില്ലേ നിങ്ങൾ? 2 അതുപോലെ എങ്ങനെ എഴുതാം. ഇവിടെ വരെ എത്തുമ്പോൾ ഇതിനെ കുറച്ചിങ്ങോട്ട് നീട്ടണം കേട്ടോ. എന്നിട്ട് അത് ശരിയാണ്ട് ഇങ്ങോട്ട് പോയിട്ട് മുകളിലേക്ക് പോകാം. ഇതാണ് ച. ഏതാക്ഷരം? ച. കണ്ടോ? ഇനി ഈ ചാക്ക് ഇതാ ഇങ്ങനെ എഴുതിയാൽ ച. പറയൂ എല്ലാവരും. ച. ഉറപ്പിച്ച് പറയാം. പച്ച, ഈച്ച എന്നൊക്കെ എഴുതണമെങ്കിൽ ച പഠിക്കണം. എങ്ങനെയാണ് ച എഴുതാന്ന് മനസ്സിലായോ? ഒന്നുകൂടി ശ്രദ്ധിക്കുക. 2 പഠിച്ചിട്ടില്ലേ? 2 എഴുതണ പോലെ എഴുതുക. ഉണ്ടോ? 2 ഇതാ ഇത്രയേ ഉള്ളൂ. ഇതിന്റെ ഇത് ഇങ്ങോട്ട് നീട്ടണം, ഇങ്ങോട്ട് നീട്ടണം, മുകളിലേക്ക് പോകണം. എന്നിട്ട് ഇങ്ങനെ എഴുതണം. പക്ഷെ ഇങ്ങനെ നിങ്ങൾ എഴുതാൻ പാടില്ല. അതാണ് സംഭവം എന്ന് അല്ലി കാണിച്ചു തന്നതാ. നിങ്ങൾ എഴുതുമ്പോ എങ്ങനെ എഴുതണം? ഇതാ 2 എഴുതണ പോലെ എഴുതി ഇവിടം വരെ വന്നില്ലേ? അതിനെ കുറച്ചും കൂടി ഇങ്ങോട്ട് കൊണ്ടുവരാം. ശരിയാണ്ട് അതുപോലെ അങ്ങോട്ടും പോണം, എന്നിട്ട് മുകളിലേക്ക് കൊടുക്കണം. ഇതാണ് ച. പറയെല്ലാവരും. ച. ഇന്ന് ച മാത്രം അതിലുള്ള വാക്കുകളും പഠിച്ചാൽ മതി. അല്ലാണ്ട് യാ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. എല്ലാം കൂടി ആവുമ്പോഴേ നിങ്ങൾക്ക് പറ്റില്ല. ഈ കണ്ടോ? റാ. എന്താണ്? ഈറ. എളുപ്പല്ലേ ഇത്? ഈ എഴുതിയിട്ട് ഈ അടയാളം ഇട്ടാൽ ഈ
ഇത് ഇടാൻ മറക്കരുത്. അപ്പൊ നമ്മൾ ഇറ എന്ന് വായിക്കും. ഇത് ഇട്ടിട്ട് എഴുതുമ്പോ എന്താണ്? ഈറ. പറയൂ. ഇനി അടുത്തത് ഈറ ഇങ്ങനെ താഴെ വരെ എഴുതണം കേട്ടോ എല്ലാവരും. ഇനി നമുക്ക് ഈച്ച എങ്ങനെ എഴുതാ? ഈച്ച. ഇതാ ഉണ്ടോ? ഈ താഴത്തെ ലൈനിലേക്ക് പാകത്തിന് എഴുതണേ. ഇതാ കണ്ടോ? അപ്പൊ നിങ്ങക്ക് തെറ്റുമില്ല ശരിയുമില്ല. കണ്ടില്ലേ? എന്നിട്ട് ഇതാണ് ഈച്ച. കണ്ടോ? ഇവിടെ സെന്ററിലൊന്നും എഴുതി കഴിഞ്ഞാൽ ഇതുപോലെ അറിയില്ല. ഇങ്ങനെ എഴുതി പഠിക്കണം. കണ്ടോ? ഈച്ചാണ് എഴുതിയിരിക്കണത്. എല്ലാവർക്കും മനസ്സിലായോ? ഒരു പ്രാവശ്യം കൂടി എനിക്ക് കാണിച്ചു തരാം. കണ്ടോ? ഇനി ച. ഈച്ച. കണ്ടില്ല എല്ലാവരും? ഈച്ച കണ്ടോ? ഇങ്ങനെ എഴുതാറിയില്ലേ താഴെ വരെ? അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടാ, ശ്രദ്ധിച്ചാൽ കിട്ടുന്നുണ്ട്. ഇനി അടുത്തത് ഈണം. എങ്ങനെ എഴുതാ നോക്കൂ. ഈ നമ്മൾ പഠിച്ചല്ലോ അല്ലേ? പഠിച്ചില്ലേ? ഈണം. മനസ്സിലായോ? ഒരു പ്രാവശ്യം കൂടി എഴുതി കാണിച്ചു തരാം. ഈണം. ഈണം. വായിക്കാം ഒന്നും കൂടി. പാഠം 4. ഈ റ റാ. ഈ റ ഈറ. 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 ഇതില് ഈ വലിയ ബോക്സിൽ കൊടുത്തതെല്ലാം നിങ്ങൾ ഷെയ്ഡ് ചെയ്യണം. ഈച്ച. ഈച്ച. ഈയം. 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 പണ്ടത്തെ പാത്രങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ഓട്, പിച്ചള അങ്ങനത്തെ പാത്രങ്ങളൊക്കെ, ചെമ്പ്. അപ്പൊ ഈ ചെമ്പിന്റെ പാത്രമൊക്കെ പണ്ട് അങ്ങനത്തേലൊക്കെ നമ്മൾ ഭക്ഷണം പാകം ചെയ്യും. അപ്പൊ അതിലിങ്ങനെ ഒരു ഈയം എന്ന് പറഞ്ഞിട്ടുള്ള സാധനം ഉണ്ട്. അതൊരു ലോഹം. അത് പൂശും. ആ ഈയം പൂശി കഴിഞ്ഞാൽ ആ പാത്രത്തിൽ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാം. അതിലത്തെ ഈയത്തിന്റെ ഇതൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ അതിലൊന്നും ഉണ്ടാക്കാനായിട്ട് നമുക്ക് പറ്റില്ല. ഇനി ഈണം. മനസ്സിലായില്ലേ? നീല പീലി കാടുകളിൽ പീലി വിരിച്ചു മൈലമ്മ. എല്ലാവരും ഇതിൽ ഡേറ്റ് ഒക്കെ ഇട്ടിട്ട് ക്ലാസ് വർക്ക് ഡേറ്റ് ഒക്കെ ഇടണം കേട്ടില്ലേ? ഇനി അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു കഥ പറഞ്ഞുതരാം. എന്തിൻ്റെയാണ്? ഒരു ചെന്നായയുടെയും ഒരു കൊക്കിന്റെയും കഥ. ഒരിടത്ത് ഒരു കാട്ടില് ഒരു ചെന്നായും ഒരു കൊക്കും ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. ഫ്രണ്ട്സ് ആണെങ്കിലും ഇടയ്ക്ക് അവർ തല്ലുകൂടും കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം എന്ത് ചെയ്തു? ഈ കൊക്ക് ചെന്നായും കൂടിയിട്ട് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ കളിച്ചൊക്കെ നടക്കും. ചില ഇടയ്ക്ക് കടിപിടി കൂടിട്ടാണ് വഴക്കുണ്ടാക്കും. ഒരു ദിവസം ഈ ചെന്നായ എന്ത് പറഞ്ഞു കൊക്കിനോട്? കൊക്കെ നമ്മളിന്ന് ഇപ്പം നല്ല ഫ്രണ്ട്സ് അല്ലേ നമ്മൾ? ഒരു ദിവസം നീ എൻ്റെ വീട്ടിൽ, അവരുടെ പിണക്കും വഴക്കൊക്കെ തീരാൻ വേണ്ടിയിട്ട് അവരിടയ്ക്ക് ഇങ്ങനെ ഇതുപോലെ ഒരു സഭ കൂടും. അതേ കൂട്ടത്തിൽ അവർ പറഞ്ഞു, നീ എൻ്റെ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ വരണമെന്ന് പറഞ്ഞു. അപ്പോൾ ചെന്നായയുടെ ഗുഹയിൽ പിറ്റേ ദിവസം കൊക്കെത്തിയപ്പോൾ എന്ത് ചെയ്തു? കൊക്ക നന്നായി വിശന്നിട്ടാ വരണേ. നല്ല ഭക്ഷണമൊക്കെ കിട്ടുമല്ലോ വിചാരിച്ചു. ഇവിടെ വന്നപ്പോൾ നല്ല സൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. സൂപ്പിന്റെ മണം അങ്ങനെ വരുന്നുണ്ടായിരുന്നു. ആർക്ക്? കൊക്കമ്മയ്ക്ക്. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ചെന്നായ എന്ത് ചെയ്തു? വലിയൊരു പരന്ന പ്ലേറ്റിൽ സൂപ്പ് ഒഴിച്ചു കൊടുത്തു. ഈ നീണ്ട കൊക്കിനത് കുടിക്കാൻ പറ്റുമോ?
ഇല്ല. അത് കുറേ നേരം നോക്കിയിരുന്ന് നീ എന്നോട് എന്നാലും ഇങ്ങനെ ഒരു ചതി ചെയ്തുല്ലോ എന്ന് പറഞ്ഞ് പിണങ്ങി തിരിച്ചു പോയി. ചെന്നായ കുറേ കളിയാക്കി. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് വീണ്ടും ഇവര് കളിയും ചിരിയൊക്കെ തുടങ്ങി. എങ്കിലും ഉള്ളിൽ ആ ദേഷ്യം കൊക്കമ്മയ്ക്കുണ്ട്. അമ്മ എന്ത് ചെയ്തു? ചെന്നായോട് പറഞ്ഞു നീ എൻ്റെ വീട്ടിലേക്ക് പോവാ ഭക്ഷണം കഴിക്കാൻ. ചെന്നായ അതേപോലെ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴോ ചെന്നായിക്ക് ഭയങ്കര വിശപ്പ്. അത് നോക്കുമ്പോൾ നല്ല സൂപ്പിന്റെ മണം. ആഹാ, കൊക്കമ്മയ്ക്ക് നന്നായി സൂപ്പൊക്കെ ഉണ്ടാക്കാൻ അറിയാം എന്ന് വിചാരിച്ചു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ കൊക്ക് എന്ത് ചെയ്തു? കൊക്കിന്റെ പാത്രം എങ്ങനത്തെയെന്നറിയും? ഇങ്ങനെ നീളം കുഴല് പോലെയുള്ള പാത്രം. അതിനകത്ത് നിറച്ച് സൂപ്പ് ഒഴിച്ചിട്ട് വെച്ചു. ചെന്നായിക്ക് കുടിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ എന്തായി? ചെന്നായിക്ക് മനസ്സിലായി, നഷ്ടം, ഞാൻ ഇങ്ങനെ എൻ്റെ സ്നേഹിതനെ പറ്റിക്കാൻ പാടില്ലായിരുന്നു. അങ്ങനെ ഞാൻ ചതിച്ചത് കൊണ്ടാണ് ഇന്ന് തിരിച്ച് എന്നോടത് ചെയ്തത് എന്ന് വിചാരിച്ച് വിഷമായിട്ട് ചെന്നായ കൊക്കിനോട് സോറി പറഞ്ഞു. ഇനി ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല. കഥ എല്ലാവർക്കും ഇഷ്ടമായോ? All of you stand up. Say thank you, Auntie. Thank you, children.